അന്നായിരുന്നു അവർ ഈ ഭൂമിയിൽ ആദ്യമായി എത്തിയത്. ആ നാട്ടിലെ മനുഷ്യർ അവരെ ഭയത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കണ്ടു. ആ ദിവസം രാത്രി പകലായപ്പോഴത്തേക്കും അവരവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. കാലം കടന്നുപോയി. നീണ്ട 71 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും വന്നു. അന്നു മുതൽ കേരളം എന്ന ആ നാട് വെറും ഓർമ്മ മാത്രമായി മാറി. ശ്യാമസുന്ദര കേദാര ഭൂമി. സർ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു തുടക്കം? ഒരു മഴയുള്ള ദിവസം കാർമേഘങ്ങളാൽ മൂടപ്പെട്ട ആകാശത്ത് കണ്ട ഒരു അത്ഭുത കാഴ്ച മൂലം കണ്ടു നിന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ നിമിഷ നേരം കൊണ്ട് മനുഷ്യർ ചാരമായി മാറി. കേരളം മുഴുവനായും അയൽ സംസ്ഥാനങ്ങൾ ഭാഗികമായും ആ റേഡിയേഷൻ ഏൽക്കുകയുണ്ടായി. കേരളം മാത്രമല്ല. അതേ ദിവസം അതേ സമയം ഭൂമിയിലെ 236 നഗരങ്ങൾ ഇതുപോലെ നശിക്കപ്പെട്ടു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നശിക്കപ്പെട്ട നഗരങ്ങളുടെ ആകാശത്ത് പോർട്ടലുകളും പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് അത് ചരിത്രത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ മോഷണത്തിൻ്റെ തുടക്കമായി അറിയപ്പെട്ടു. ശരിക്കും അവർക്ക് എന്തായിരുന്നു വേണ്ടത്? ഒരു ചെറിയ മഞ്ഞ തിളക്കം. അതിനായി മനുഷ്യൻ യുദ്ധം ചെയ്തു, രക്തം ചൊരിഞ്ഞു, ചരിത്രം തന്നെ മാറ്റി. ഈ ഭൂമിയിൽ കാണപ്പെട്ട 80% സ്വർണം അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ആ അറ്റാക്കിന് ശേഷം ലോകരാജ്യങ്ങൾ ചേർന്ന് ഒരു ഏജൻസിക്ക് രൂപം നൽകി. WSDA, വേൾഡ് സ്പേസ് ഡിഫൻസ് ഏജൻസി. 2 ദിവസത്തിനകം എല്ലാം ശാന്തമായി. ഭൂമിക്ക് മുകളിൽ തെളിഞ്ഞ എല്ലാ പോർട്ടലുകളും അപ്രത്യക്ഷമായി. കേരളത്തിന് മുകളിൽ തെളിഞ്ഞ പോർട്ടൽ തെളിഞ്ഞ് നിമിഷ നേരം കൊണ്ട് തന്നെ അപ്രത്യക്ഷമായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം നടന്ന സർവേയിൽ കേരളത്തിൽ നിന്ന് 1 ഗ്രാം സ്വർണം പോലും അവർ കൊണ്ടുപോയില്ലെന്ന് വ്യക്തമായി. സ്വർണം കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിരുന്നു, പക്ഷെ അവർക്ക് അത് കൊണ്ടുപോകാൻ സാധിച്ചില്ല. മാം, അപ്പോഴാ ബുക്കിലെ മഴതീരാക്കുന്നും കേരളത്തിലെ മഞ്ഞുകാലവും എല്ലാം ഉണ്ടായിരുന്നതാണോ? ഭയപ്പെടുത്തുന്ന കഥകളെന്നും നുണ മാത്രമാണെന്ന് വിശ്വസിക്കാനല്ലേ നമ്മൾക്കിഷ്ടം. പക്ഷെ ചില കഥകൾ സത്യമാണെന്ന് കാലം തെളിയിക്കും. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ അവസാന സമ്പത്ത് അഥവാ നിധി കാക്കാൻ ഭൂതം അവതരിച്ചു. അപ്പോഴാ ബുക്കിലെ മഴതീരാക്കുന്നും കേരളത്തിലെ മഞ്ഞുകാലവും എല്ലാം ഉണ്ടായിരുന്നതാണോ?